യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിക്ക് ജാതി സമവാക്യം മാനദണ്ഡമായത് എപ്പോൾ മുതലാണ്? കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തും ഈ ചോദ്യം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസം പലത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പ് മാനദണ്ഡമാക്കുന്നതിന് പകരം ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കപരിഹാരത്തിനായി നോമിനേറ്റഡായിരുന്നു പുതിയ അധ്യക്ഷനെങ്കിൽ KM അഭിജിത്തിൻ്റെ പേര് പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അതല്ല, KM അഭിജിത്തിന് പകരം മറ്റൊരാളെ അവിടേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതേ കമ്മിറ്റിയിൽ, അതേ സംസ്ഥാന കമ്മിറ്റിയിൽ 1,70,000-ത്തിലധികം വോട്ടുകൾ നേടിയ അബിൻ വർക്കിക്ക് പകരം അതിനേക്കാൾ താഴെ വളരെ ഗണ്യമായ വോട്ടുകളുടെ വ്യത്യാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട OJ ജനീഷ്, ഏതാണ്ട് 19,000-ത്തോളം വോട്ടുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ OJ ജനീഷിന് സമാഹരിക്കാനായത്. ആ ജനീഷിനെ അബിൻ വർക്കിക്ക് മുകളിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിലൂടെ വോട്ട് കൊള്ളയ്ക്കെതിരെ യാത്ര നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? പാർട്ടിയിലെ സൗമ്യമുഖമായ മികച്ച സംഘാടകൻ കൂടിയായ OJ ജനീഷ് അധ്യക്ഷനായതല്ല ഇവിടുത്തെ പ്രശ്നം. അബിനും അഭിജിത്തും അകാരണമായി വെട്ടിനിരത്തപ്പെട്ടത് മാത്രം. ഇനി 2 പതിറ്റാണ്ട് പിന്നിലേക്കൊന്ന് പോകാം. 2001-2004 കാലഘട്ടം. അന്ന് KPCC അധ്യക്ഷ പദവിയിൽ K മുരളീധരൻ. 2002-2006 കാലഘട്ടം. അന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ KP അനിൽകുമാർ. 2002-2006 കാലഘട്ടത്തിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നതാകട്ടെ PC വിഷ്ണുനാഥും. അതായത് ഒരേ കാലയളവിൽ ഹിന്ദു സമുദായത്തിൽ നിന്ന് തന്നെ 3 പേർ KPCCയുടെ തലപ്പത്തും യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തും KSUവിൻ്റെ തലപ്പത്തും ഉണ്ടായിരുന്ന 2001-നും 2006-നും ഇടയിലുള്ള കാലഘട്ടം. പിന്നീട് അങ്ങോട്ട് 2005 മുതൽ 2014 വരെ KPCC അധ്യക്ഷൻ ഏതാണ്ട് തുടർച്ചയായി 9 വർഷത്തോളം KPCCയുടെ തലപ്പത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതേസമയം അതിനിടയിൽ 2010 മുതൽ 2013 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ PC വിഷ്ണുനാഥും. അന്നും ഈ ജാതി സമവാക്യങ്ങൾ എങ്ങും ഒരു മാനദണ്ഡമായിരുന്നില്ല. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 2011 മുതൽ 2016 വരെ, അതായത് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2013 മുതൽ 2020 വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, നിലവിലെ ഇടുക്കി MP കൂടിയായ ഡീൻ കുര്യാക്കോസ്. അതായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് ഡീൻ കുര്യാക്കോസ്. അതേ സമയത്ത് തന്നെ 2012 മുതൽ 2017 വരെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ VS ജോയ്. അതായത് വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളായ 3 പേർ, ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ, സിറോ മലബാർ സഭയുടെ ഭാഗമായ ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് 2013 മുതൽ 2020 വരെ. അതേ സമയത്ത് തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പ്രതിനിധിയായ VS ജോയ് 2012-നും 2017-നും ഇടയിൽ KSUവിൻ്റെ തലപ്പത്ത്. ഒരേ കാലഘട്ടത്തിൽ 3 ക്രൈസ്തവ നേതാക്കൾ സർക്കാരിൻ്റെ തലപ്പത്തും പാർട്ടിയുടെ തലപ്പത്തുമായി, അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളുടെ തലപ്പത്തുമായുള്ള കാലം. ഇങ്ങനെ അന്നൊന്നും പ്രസക്തി ഉണ്ടായിരുന്നില്ലാത്ത ഈ ജാതി സമവാക്യങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ പരിഗണന ലഭിക്കാനിടയായ സാഹചര്യം എന്താണ്? ആരാണ് ഇങ്ങനെയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മുമ്പോട്ട് വെച്ചത്? KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് K സുധാകരനെ വളരെ അപ്രതീക്ഷിതമായി മാറ്റിയപ്പോൾ അവിടെയും എടുത്തു പറഞ്ഞ കാര്യം, ക്രൈസ്തവ സഭകൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്നു, അതുകൊണ്ട് സഭകളെ പാർട്ടിയോട് അടുപ്പിക്കണമെങ്കിൽ KPCCയുടെ തലപ്പത്തേക്ക് ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയായ ഒരാൾ അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ സിറോ മലബാർ സഭയുടെ ഭാഗമായ സണ്ണി ജോസഫ് KPCCയുടെ തലപ്പത്തേക്ക് എത്തിയതിലൂടെ ക്രൈസ്തവ സഭയെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയോട് അടുപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് നേതൃത്വം നൽകിയവർ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വരുന്നത്? ഇവിടെ അബിൻ വർക്കി വൈകാരികമായ പ്രതികരണം വളരെ മാന്യമായ ഭാഷയിൽ മാധ്യമങ്ങളിലൂടെ നടത്തുമ്പോൾ എടുത്തു പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ ക്രിസ്ത്യാനിയായതാണോ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് അറിയില്ല എന്നാണ്. അതായത് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ തീരുമാനമെടുത്തവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് കോൺഗ്രസിൽ പുതിയൊരു പവർ ഗ്രൂപ്പ് രൂപം കൊണ്ടിരിക്കുന്നു. ആ പവർ ഗ്രൂപ്പിന് ഒപ്പം നിൽക്കാത്തവരെ, ആ പവർ ഗ്രൂപ്പിനെ വണങ്ങാത്തവരെ,
ആ പവർ ഗ്രൂപ്പിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാത്തവരെ ഒരു തലത്തിലും പരിഗണിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ് അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കാനിടയായ സാഹചര്യവും അതോടൊപ്പം ചാണ്ടി ഉമ്മൻ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രതികരണവും. അതായത് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ സ്മൃതിദിനത്തിൽ നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ താൻ പോലും അറിയാതെ മാറ്റിയതുമായി ബന്ധപ്പെട്ടൊരു വൈകാരികമായ പ്രതികരണം നടത്തിയിരുന്നു. അതിനൊരു രൂക്ഷമായ ഭാഷ കൈവന്നിരിക്കുന്നു ഇപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞത് താൻ രാജിവെക്കാൻ വരെ തയ്യാറായിരുന്നു, പക്ഷേ തന്നെ ഒരു വാക്ക് പോലും അറിയിക്കാതെ ആ ഔട്ട്റീച്ച് സെല്ലിൻ്റെ നിർണായക പദവിയിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ സ്മൃതി ദിനത്തിൽ തന്നെ പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ്. അത് അപമാനിക്കലിന് തുല്യമായ ഒരു പുറത്താക്കലായിരുന്നു. എന്നിട്ടും താൻ ഒരു തരത്തിലും പാർട്ടിക്ക് വിധേയമല്ലാത്ത പരാമർശങ്ങൾ നടത്തിയില്ല. ഇപ്പോഴും ആരാണ് അതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതാരാണ് നടത്തിയത് എന്ന് ഇപ്പോൾ ഒരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല. പക്ഷേ അതാരാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് താൻ വ്യക്തമാക്കുമെന്ന് കൂടിയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഒരേ കേന്ദ്രത്തിലേക്കാണ്. അത് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലടക്കം നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു പവർ ഗ്രൂപ്പിനെതിരായ കുരിശുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അത് എവിടെ എത്തി നിൽക്കും എന്നത് മാത്രമാണ് അറിയാനുള്ളത്. കേവലം മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവിടെ ജാതി സമവാക്യങ്ങളാണ് മാനദണ്ഡമായത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനുമുള്ള ചോദ്യങ്ങളാണ് പിന്നെയും ഈ തീരുമാനമെടുത്തവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നെങ്കിൽ വീണ്ടും ഈ ചോദ്യങ്ങൾ, ഈ ചരിത്രം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനകളുടെ തലപ്പത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരേ സമയം ഒരേ ജാതി സമവാക്യങ്ങളുടെ ഭാഗമായിട്ടുള്ളവർ തന്നെ യൂത്ത് കോൺഗ്രസിനെയും KS-യുവിനെയും സർക്കാരിനെയും KPCC ഒക്കെ നയിച്ച ചരിത്രം പിന്നിലുണ്ട് എന്ന ഒരു കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താൻ കഴിയുകയുമുള്ളൂ.